പ്രാർത്ഥനയൊക്കെ വരുന്ന 21 വൈദികർക്കെതിരെ നടപടിയെടുത്തിരുന്നു. 6 പേരെ സസ്പെൻഡ് ചെയ്തിരുന്നു അല്ലേ? ഇവർക്ക് കുർബാന അർപ്പിക്കുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. 15 പേർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് കൂടുതൽ രൂക്ഷമായ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക്, സംഘർഷത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോവുകയും ചെയ്തിരിക്കുന്നത് അല്ലേ? വിനീത, തീർച്ചയായും 21 വൈദികരാണ് പ്രാർത്ഥനായജ്ഞം ഇരുന്നിരുന്നത്. ഇതിൽ 6 പേരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇന്നിപ്പോൾ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. 15 പേർക്ക് കാരണം കാണിക്കൽ നോട്ടീസും നൽകിയിട്ടുണ്ട്. ഈ 6 പേർക്ക് കുർബാന അർപ്പിക്കുന്നതിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 6 പേരെ സസ്പെൻഡ് ചെയ്തതിനൊപ്പം കുർബാന അർപ്പിക്കുന്നതിന് വിലക്കും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ബിഷപ്പ് ഹൗസിന് അകത്തെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ബിഷപ്പ് ഹൗസിനകത്തേക്ക് വൈദികരെ കയറ്റിവിട്ടിട്ടുണ്ട്. ഇപ്പോൾ പോലീസും വലിയ രീതിയിൽ അകത്തുണ്ട്. സംഘർഷ സമാനമായ സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ അകത്തുണ്ട്. വൈദികർ അകത്ത് എത്തിയിരിക്കുകയാണ്. ബിഷപ്പ് ഹൗസിൻ്റെ അകത്ത് കയറി ഇത് തീരുമാനമാകുന്നത് വരെ പുറത്തു നിൽക്കണം എന്നുള്ളതായിരുന്നു ആദ്യമുള്ള നിർദ്ദേശം. പിന്നീട് വൈദികരെങ്കിലും അകത്തേക്ക് കയറ്റി വിടണമെന്ന ആവശ്യം ശക്തമായിരുന്നു. മണിക്കൂറുകളായി ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ചർച്ചയിൽ ഒരു തീരുമാനവും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് വൈദികരെ അകത്ത് കയറ്റണമെന്ന ആവശ്യം വച്ചത്. പിന്നീട് ഇപ്പോൾ വൈദികരെ മാത്രം അകത്ത് കയറ്റാൻ തീരുമാനിക്കുകയും വൈദികരുമായും ഒരു ചർച്ച നടക്കുകയാണെന്ന് വേണം മനസ്സിലാക്കുവാനായി. ബിഷപ്പ് ഹൗസിൻ്റെ അകത്തേക്ക് വൈദികരെ മാത്രം കയറ്റിയിരിക്കുകയാണ്. പക്ഷേ മറ്റ് അൽമായ മുന്നേറ്റം പ്രവർത്തകർ എല്ലാവരും തന്നെ ഗേറ്റിന് പുറത്ത് കാത്തു നിൽക്കുകയാണ്. ഗേറ്റ് പാതി തകർന്ന നിലയിലാണ്. ഈ ഗേറ്റിൽ ഇപ്പോൾ പോലീസ് സുരക്ഷ വലയം തീർത്തിരിക്കുന്നു. ബിഷപ്പ് ഹൗസിനകത്തേക്ക് കൂടുതൽ ആളുകൾ കയറാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഒപ്പം തന്നെ ക്രമസമാധാന നില വഷളാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് പോലീസ് വളരെ സംയമനത്തോടെയാണ് ഈ കാര്യങ്ങൾ രാവിലെ മുതൽ നീക്കിയിരുന്നത്. രാവിലെ ACP ജയകുമാറിൻ്റെ നേതൃത്വത്തിൽ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് പ്രതിഷേധം ഉണ്ടായതെങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വളരെ സംയമനത്തോടുകൂടിയാണ് നീങ്ങിയത്. കാര്യങ്ങൾ വഷളാകാതിരിക്കാൻ, കൈവിട്ടു പോകാതിരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. പലതവണ ഗേറ്റ് തകർക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോഴും പോലീസ് അവരോട് സമാധാനപരമായാണ് പറഞ്ഞത്. പക്ഷേ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ചെറിയ രീതിയിൽ ഉന്തും തള്ളും സംഘർഷാവസ്ഥയിലേക്കുമെങ്കിലും എത്തുന്ന സാഹചര്യമുണ്ടായി. ഇതേ തുടർന്നാണ് ഇപ്പോൾ വൈദികരെ മാത്രം അകത്തേക്ക് കയറ്റാമെന്ന തീരുമാനമുണ്ടായത്. ഇപ്പോൾ വൈദികരെ മാത്രം അകത്തേക്ക് കയറ്റിയിരിക്കുകയാണ്. പക്ഷേ 100 കണക്കിന് വരുന്ന വിശ്വാസികൾ ഇപ്പോഴും പുറത്ത് ബിഷപ്പ് ഹൗസിൻ്റെ പുറത്ത് നിൽക്കുകയാണ്. ഈ ബോസ്കോ പുത്തൂരിനെ അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനത്ത് നടക്കം മാറ്റണമെന്ന ആവശ്യവുമായാണ് ഇപ്പോൾ ഇവർ സമരം ചെയ്യുന്നത്. ഇപ്പോൾ ഒരു വൈദികൻ വന്ന് പറഞ്ഞിരിക്കുന്നത്. എത്രത്തോളം വസ്തുതയാണ് എന്നറിയില്ല. വൈദികരോട് എല്ലാവരോടും അകത്ത് കയറാനും വൈദികരെ അറസ്റ്റ് വരിക്കാൻ പോവുകയാണ് എന്നുമാണ് ഇപ്പോൾ പറയുന്നത്. അതായത് ബിഷപ്പ് ഹൗസിനകത്തേക്ക് കയറിയ വൈദികരെ എല്ലാവരെയും തന്നെ ഞങ്ങൾക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. പോലീസുകാരെ പിൻവലിക്കാൻ അവരോട് വൈദികരെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള വൈദികരെ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യണമെന്നുള്ളതായിരുന്നു നമ്മുടെ ഡിമാൻഡ്. മനസ്സിലായോ? രാവിലെ തൊട്ട് ഇവരെ അൺലോഫുള്ളായിട്ട് മൂവ് ചെയ്ത് പുറത്തു കൊണ്ടുവന്ന് നിർത്തിയിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. നിയമപ്രകാരം അറസ്റ്റ് ചെയ്യണമെന്നുള്ളതായിരുന്നു നമ്മുടെ ഡിമാൻഡ്. അവർ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ 21 വൈദികരെയാണ് അവർ അറസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞത്. ഇപ്പോൾ ബാക്കിയുള്ള വൈദികർ പറഞ്ഞു ഞങ്ങളെ കൂടി അറസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ മൊത്തം വൈദികരെ കൂടി അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ട്. അവർ അറസ്റ്റ് ചെയ്യാൻ അല്ല, അവർ വരുന്നുണ്ടെങ്കിൽ അവരെ കൂടി കേട്ടു. അല്ല, അങ്ങനെയാണ് പിന്നെ നമ്മളകത്ത് കയറണ്ട. ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. മതിയല്ലോ, അവർ അത്രയും പേരെ അറസ്റ്റ് ചെയ്യും. വൈദികരുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് പറയുന്നത്. 21 വൈദികരെയും അറസ്റ്റ് ചെയ്ത് മാറ്റും അല്ലേ സൈഫുന്നീസ? മിക്കവാറും നാളെ വൈകുന്നേരം ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചർച്ച തുടരും. ഞങ്ങൾ പിരിഞ്ഞു പോകില്ല. ഞങ്ങളുടെ അച്ഛന്മാരെ അറസ്റ്റ് വരിച്ചാൽ എന്താ സംഭവിക്കണമെന്ന് ഞങ്ങൾക്ക് അറിയണ്ടേ? അവർക്ക് ജാമ്യം കിട്ടുമോ, ജാമ്യം എടുക്കുവോ, എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അതറിഞ്ഞിട്ടായിരിക്കും ബാക്കി തീരുമാനങ്ങൾ. കേട്ടോ, പ്രതിഷേധം ഉറപ്പായിട്ട് തുടരും. ഇന്ന് ഞങ്ങളുടെ ഇത്രയും അച്ഛന്മാരെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നാളെ ഇത്രയും പള്ളികളിൽ കുർബാനയില്ല.
ഇത്രയും പള്ളികളിൽ കല്യാണങ്ങളില്ല. എന്തോരം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഇവർക്ക് മനസ്സിലാവണമല്ലോ. മനസ്സിലായോ? നാളെ ഞായറാഴ്ചയാണ്. നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത വലിയ പ്രതിസന്ധികളാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രതിഷേധം നമ്മൾ തുടരും. അറസ്റ്റ് ചെയ്യാമെന്ന് അവർ തീരുമാനിച്ചിരിക്കുന്നു. അവർ അറസ്റ്റ് ചെയ്ത് ബാക്കി നടപടികൾ എന്താണെന്ന് നമുക്ക് അറിയാൻ പാടില്ല. അതുകൊണ്ട് അവരിപ്പോ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി നടപടികൾ കേട്ടിട്ടായിരിക്കും നമ്മുടെ അടുത്ത നടപടികൾ തീരുമാനിക്കുക. ഞങ്ങൾ ആവശ്യപ്പെട്ടത് 21 വൈദികരെ അറസ്റ്റ് ചെയ്യണമെന്നാണ്. 21 വൈദികരാണ് ഇന്ന് രാവിലെ ആക്ഷൻ എടുത്തത്. ആ 21 വൈദികരെ അവർ അറസ്റ്റ് ചെയ്യാമെന്ന് സമ്മതിച്ചു. അപ്പൊ ബാക്കി പുറത്തുണ്ടായിരുന്ന കുറെ വൈദികർ വന്നിട്ട് പറഞ്ഞു അങ്ങനെ 21 വൈദികരെ മാത്രമായിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഞങ്ങളെയും അറസ്റ്റ് ചെയ്യണം. അങ്ങനെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏതാണ്ട് 100 വൈദികരെ അറസ്റ്റ് ചെയ്യുമായിരിക്കും. അപ്പൊ അത്രയും വൈദികർ ഇപ്പൊ അറസ്റ്റ് വരിക്കാനാണ് ഇപ്പൊ സാധ്യത. വൈദികർ ഇത്രയും പേരെ അറസ്റ്റ് വരിക്കാനാണ് ഇപ്പൊ സാധ്യത. ഈ അറസ്റ്റ് വരിച്ചാൽ 21 ഞങ്ങളെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാണ് അകത്തേക്ക് കിടന്നത്. അപ്പൊ അതുകൊണ്ട് അവർ അറസ്റ്റിലേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ 100 ചില്ലാൻ വൈദികർ അറസ്റ്റിലേക്ക് പോകും. അങ്ങനെ അറസ്റ്റിലേക്ക് അവരടക്കം അല്ല, അത് ഞങ്ങളുടെ ഡിമാൻഡായിരുന്നു. ഞങ്ങളുടെ ഡിമാൻഡായിരുന്നു അത്. അറസ്റ്റ് വരിക്കാൻ തയ്യാറായിട്ട് 21 വൈദികരാണ് സമരം ഇരുന്നത്. 21 വൈദികരെ കാരണമായി പുറത്താക്കി. അപ്പോൾ പുറത്താക്കിയെങ്കിൽ ഇവർ കയ്യേറിയത് എന്നാണെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്ത് നടപടി എടുക്കണം എന്നുള്ളതായിരുന്നു ഇവരുടെ ആവശ്യം. അതല്ലെങ്കിൽ വെറുതെ വിടണം, ഇവർക്ക് സമരം ചെയ്യാൻ അനുസരിക്കണം എന്നുള്ളതാണ്. എന്ത് ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ കൂടി ഇരുന്ന് ആലോചിക്കും. മനസ്സിലായോ? നാളെ വൈകുന്നേരത്തോടു കൂടി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടറുടെ ചേംബറിൽ വെച്ച് ചർച്ച നടത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുക. ഇന്നെന്തായാലും ഞങ്ങൾ എന്താണ് അവരുടെ അറസ്റ്റിന്റെ നടപടി എന്താണ് ചെയ്യാമെന്ന് നോക്കട്ടെ. എന്തായാലും മിക്കവാറും വൈദികർ അറസ്റ്റ് ചെയ്ത് അവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാമെന്ന് പറഞ്ഞാലും അവർ ജാമ്യം എടുക്കാൻ സാധ്യതയില്ല. അവരാരും ജാമ്യം എടുക്കില്ല. അവർ ജയിലിലേക്ക് പോകാൻ തയ്യാറായിട്ട് വന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ജാമ്യം എടുക്കാൻ സാധ്യതയില്ല. അവർ ജാമ്യം എടുക്കില്ല. അവർ ജാമ്യം എടുക്കാതെ അവരവിടെ തുടരാനാണ് സാധ്യത. അപ്പോൾ അതുകൊണ്ട് പ്രതിസന്ധി വീണ്ടും കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത. നമുക്കറിയാം, ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി ADM-ന്റെ അടുത്തും ബാക്കിയുള്ളവരോടും പറഞ്ഞിട്ടുണ്ട്. അവർക്കും അറിയാവുന്നതാണ്. ഏതാ റിപ്പോർട്ട് കിട്ടണം ഉറപ്പായിട്ടും. സിനഡ് സമാപിക്കുകയാണ്. സിനഡിൽ നിന്ന് ഞങ്ങളോട് ഇതുവരെ ഒരു കാര്യത്തിൽ ചർച്ച നടത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞത്, ഞങ്ങൾ ഇത്രയും ആളുകൾ ഇവിടെ സംസാരിക്കുന്നു, ഇത്രയും ആളുകളോട് പ്രശ്നം ഉണ്ടാകുന്നു. നാളെ ഇവിടെ വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് അറിയാമാവുന്ന സിനഡിന് ഇന്ന് ഈ സമയത്ത് ഇതിനകത്ത് ഇടപെടാം, അടിയന്തരമായി ഇടപെടാം. സിനഡിലെ ഒരു ബിഷപ്പ് പോലും ഇടപെടുന്നില്ല, ഒരാൾ പോലും ഇടപെടുന്നില്ല. ഈ ADM-ഉം ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന സബ് കളക്ടറും ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന DCP അശ്വതി എന്നാണ് പേരെന്നാണ് എൻ്റെ വിശ്വാസം. അവർ രണ്ടുപേരും കൂടി ഇവിടെയുള്ള കൂരിയരെടുത്ത് ജോഷി പുതുവേരെടുക്കും പാലക്കാപ്പള്ളിയുടെ ഇടയ്ക്കുകയും പോയി അവർ മണിക്കൂറുകളോളം ഏതാണ്ട് 1-1.25 മണിക്കൂർ സംസാരിച്ചു. അവർ സംസാരിച്ചത് നാളത്തെ പ്രതിസന്ധി ഒഴിവാക്കാം, ദയവ് ചെയ്ത് ഈ 21 അച്ഛന്മാരെ തിരിച്ചുവിടെ കൊണ്ടുവരാൻ പറഞ്ഞാണ്. അതവർക്ക് മാനക്കേടാണ്, അതുകൊണ്ട് സമ്മതിക്കില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ജോഷി പൊതുവയുടെ മാനക്കേട് തീർക്കാൻ വേണ്ടി 100ഓളം അച്ഛന്മാർ അറസ്റ്റ് വരിക്കാൻ തീരുമാനിച്ചു.